ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് എല്ലാ കണ്ണുകളും ഇപ്പോൾ ഇറാനിലേക്കാണ്. ആരാവും ഇനി അടുത്ത പ്രസിഡന്റ്? ഒടുവിൽ പ്രസിഡന്റിനെ തിരഞ്ഞെടുത്തിരിക്കുന്നു. പ്രസിഡന്റിന്റെ ചുമതലകൾ പ്രഥമ വൈസ് പ്രസിഡന്റ് മുഹമ്മദ് മൊഹബർ നിർവഹിക്കും. ഇറാൻ പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനിയുടെ അനുമതിയോടെ ഉടൻ തന്നെ ഈ തീരുമാനം നടപ്പിലാക്കുമെന്നാണ് വിവരം. ഇറാൻ ഭരണഘടന അനുസരിച്ച് പ്രസിഡന്റ് മരിക്കുകയോ സ്ഥാനത്തു നിന്ന് മാറുകയോ ചെയ്താൽ അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കുന്നതുവരെ ആദ്യത്തെ വൈസ് പ്രസിഡന്റായി ചുമതലയേൽക്കണമെന്നാണ് നിയമം. 50 ദിവസത്തിനുള്ളിൽ പ്രസിഡന്റിനെ നിയമിക്കുകയും വേണം. അതുകൊണ്ടാണ് മുഹമ്മദ് മൊഹബർ പുതിയ പ്രസിഡന്റിൻ്റെ ചുമതല നിർവഹിക്കുന്നത്. 2021 ഇബ്രാഹിം റൈസി അധികാരമേറ്റ ഉടൻ തന്നെ തൻ്റെ ആദ്യ വൈസ് പ്രസിഡന്റായി മുഹമ്മദ് മൊഹബറിനെ നിയമിച്ചിരുന്നു. വൈസ് പ്രസിഡന്റ് ആകുന്നതിന് മുമ്പ് ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിലുള്ള ഇറാനിലെ സെറ്റാഡ് എന്ന സംഘടനയുടെ തലവനായിരുന്നു അദ്ദേഹം. ജീവകാരുണ്യ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിരുന്ന ഈ സംഘടനയാണ് ഇറാൻ്റെ കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത്. കോവിനാൻ ബരാഖത്ത് എന്ന് പേരിട്ടിരുന്ന ഈ വാക്സിൻ്റെ ഫലപ്രാപ്തി ചോദ്യം ചെയ്യപ്പെടുകയും ചെയ്തിരുന്നു. ഞായറാഴ്ചയാണ് ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റൈസിയും വിദേശകാര്യമന്ത്രിയും ഉൾപ്പെടെയുള്ള സംഘം സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്ന എല്ലാവരും കൊല്ലപ്പെട്ടതായി സ്ഥിരീകരിക്കുകയും ചെയ്തു. നടന്നത് അപകടമല്ലെന്നും പ്രസിഡന്റിനെയും സംഘത്തെയും ഇസ്രായേലിൻ്റെ ചാരസംഘടനയായ മൊസാദ് കൊലപ്പെടുത്തിയതാണെന്നുമാണ് ഇറാൻ വിലയിരുത്തുന്നത്. ഇസ്രായേലിന് തക്ക തിരിച്ചടി നൽകാനുള്ള നീക്കമാണ് ഇറാൻ നടത്തുന്നതെന്നാണ് റിപ്പോർട്ട്. ഈ സാഹചര്യത്തിൽ ലോകരാഷ്ട്രങ്ങളുടെ എല്ലാം ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് ഇറാനിലെ ഇസ്ഫഹാൻ നഗരത്തിലേക്കാണ്. സിറിയയിലെ തങ്ങളുടെ കോൺസുലേറ്റിന് നേരെ നടത്തിയ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ഇസ്രായേലിൽ ഇറാൻ ഏപ്രിൽ 14 ഡ്രോൺ മിസൈൽ ആക്രമണം നടത്തിയത് ഇസ്ഫഹാനിൽ നിന്നായിരുന്നു. ഇവിടെ നിന്ന് തന്നെ ഇറാൻ പ്രത്യാക്രമണം നടത്തുമെന്ന ഭീതിയിലാണ് ലോകരാഷ്ട്രങ്ങൾ. ഇറാൻ്റെ സുപ്രധാനമായ വ്യോമതാവളം ഉൾപ്പെടെ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണ് തലസ്ഥാന നഗരമായ ടെഹ്റാനിൽ നിന്ന് 350 കിലോമീറ്റർ അകലെയുള്ള ഇസ്ഫഹാൻ നഗരം. തന്ത്രപ്രധാനമായ ഈ നഗരത്തിൽ ആക്രമണം നടത്തിയ ഇസ്രായേലിൻ്റെ നടപടി യുദ്ധപ്രഖ്യാപനത്തിലേക്ക് വരെ എത്തിയിരുന്നു. മധ്യ ഇറാനിയൻ നഗരമായ ഇസ്ഫഹാൻ ആണവ സൗകര്യങ്ങൾ, സുപ്രധാനമായ വ്യോമതാവളം, ഇറാനിയൻ ഡ്രോൺ, മറ്റ് സൈനിക ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട ഫാക്ടറികൾ ഉൾപ്പെടെ നിരവധി സൗകര്യങ്ങളുടെ കേന്ദ്രമാണ്. ഇസ്ഫഹാൻ വിമാനത്താവളത്തിനും ഷേക്കാരി സൈനിക വ്യോമത്താവളത്തിനും സമീപമുള്ള ഹജാവരസ്ഥാനിന് സമീപമായിരുന്നു ഇസ്രായേൽ നടത്തിയ സ്ഫോടനങ്ങൾ. ഇറാനിലെ ഏറ്റവും അറിയപ്പെടുന്ന വ്യോമ കേന്ദ്രമായ നതാൻസ് യുറേനിയം സമ്പുഷ്ടീകരണ പ്ലാന്റ് സ്ഥിതി ചെയ്യുന്നത് വിശാലമായ ഈ പ്രവിശ്യയിലാണ്. ഇവിടം വികസിപ്പിച്ചത് റൈസി ചുമതലയേറ്റ ശേഷമായിരുന്നു. അതേസമയം യുറാനിയം സമ്പുഷ്ടീകരണം നഗരത്തിൻ്റെ തെക്ക് കിഴക്കൻ സർദൻജാൻ പ്രദേശത്താണ് നടക്കുന്നത്. 1999 നിർമ്മാണം ആരംഭിച്ച ഇസ്ഫഹാനിലെ ആണവ കേന്ദ്രത്തിൽ ചൈനയിൽ നിന്നെത്തിച്ച 3 ചെറിയ ഗവേഷണ റിയാക്ടറുകൾ പ്രവർത്തിപ്പിക്കുന്നുണ്ട്. കൂടാതെ ഇറാൻ്റെ സിവിലിയൻ ആണവ പരിപാടികൾക്കായുള്ള ഇന്ധന ഉൽപ്പാദനവും മറ്റ് പ്രവർത്തനങ്ങളും ഇവിടെയാണ് കൈകാര്യം ചെയ്യുന്നത്. ഇറാൻ്റെ ആയുധ നിർമ്മാണ കേന്ദ്രങ്ങളും നഗരത്തിലും പരിസരങ്ങളിലും പ്രവർത്തിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ആദ്യം നഗരത്തിലെ ഒരു നൂതന ആയുധ നിർമ്മാണ കേന്ദ്രത്തിന് നേരെ ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിന് പിന്നിൽ ഇസ്രായേൽ എന്നായിരുന്നു ഇറാൻ്റെ ആരോപണം. ഇതിനെല്ലാം കണക്ക് തീർക്കാൻ ഇറാൻ കാത്തിരിക്കുന്നതിനിടയിലാണ് പുതിയ സംഭവവികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത്. തങ്ങൾക്കെതിരെ ഇനിയും ആക്രമണം നടത്തിയാൽ തുടച്ചു നീക്കുമെന്നാണ് ഇസ്രായേലിന് ഭീഷണി കലർന്ന മുന്നറിയിപ്പുമായി ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി എത്തിയത്. പിന്നാലെ റൈസി ഇറാനിൽ തിരിച്ചെത്തുകയും പരമോന്നത നേതാവ് ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ യോഗം വിളിക്കുകയും ചെയ്തതാണ്. ഈ വിവരം ചോർത്തിയെടുത്ത അമേരിക്ക ഇറാൻ ആണവായുധം പ്രയോഗിച്ചേക്കാമെന്ന മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകിയത് കഴിഞ്ഞ ആഴ്ചയാണ്. പുതിയ സാഹചര്യത്തിൽ ആയത്തുള്ള ഖൊമേനിയുടെ നേതൃത്വത്തിൽ യോഗം നടക്കുന്നതായി പെൻറ്റഗണിന് രഹസ്യവിവരം ലഭിച്ചിട്ടുണ്ട്. മറ്റ് രാജ്യങ്ങളെ അപേക്ഷിച്ച് ഇറാന് ആണവായുധം പ്രയോഗിക്കാൻ കൂടിയാലോചിക്കേണ്ട ആവശ്യമില്ല. ഖുറാനിലെ ചില വാചകങ്ങൾ എഴുതി ചേർത്ത ഒരു പേപ്പറിൽ ഖൊമേനി ഒപ്പുവെച്ച് നിമിഷങ്ങൾക്കകം തന്നെ ഇസ്രായേലിനെ ലക്ഷ്യമാക്കി ആണവ ബോംബുകൾ പാഞ്ഞെത്തും. ഈ ഒരു പേപ്പറിൽ മാത്രമാണ് ഇറാൻ ആ വാചകം ഉപയോഗിക്കുകയുള്ളൂ. ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങുകൾക്ക് ശേഷം മണിക്കൂറുകൾക്കകം അതുണ്ടാകുമെന്നാണ് പറയുന്നത്. ഇറാൻ രാജ്യാന്തര ആണവായുധ നിയമങ്ങൾ ലംഘിക്കാൻ ഒരുങ്ങുന്നതായി അമേരിക്ക ഇപ്പോൾ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. ആക്രമണമുണ്ടായാൽ കുറ്റമെല്ലാം ഇറാൻ്റെ തലയിൽ വെച്ചുകെട്ടി ഇറാനെ ഒറ്റപ്പെടുത്താമെന്നും പതിയെ ഇറാൻ്റെ നിയന്ത്രണം ഏറ്റെടുക്കാമെന്നും അമേരിക്ക കണക്കുകൂട്ടുന്നുണ്ട്. അമേരിക്ക ഇത്തരം കാര്യങ്ങൾ പ്രചരിപ്പിച്ചു തുടങ്ങിയതോടെ ഇറാന് പിന്തുണയുമായി ഹിസ്ബുള്ളയും ദക്ഷിണാഫ്രിക്കയും മറ്റ് അറേബ്യൻ രാജ്യങ്ങളും രംഗത്തെത്തിയിട്ടുണ്ട്. വിഷയത്തിൽ ആദ്യം പ്രതികരിച്ചത് ഹിസ്ബുള്ളയായിരുന്നു. ചാമ്പലാകാൻ തയ്യാറെടുക്കൂ എന്നായിരുന്നു ഹിസ്ബുള്ള ഇസ്രായേലിന് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. യാതൊരു കാരണവശാലും പിന്നോട്ടില്ലെന്ന നിലപാട് മറ്റ് അറബ് രാഷ്ട്രങ്ങളും സ്വീകരിച്ചു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ ഇറാൻ ആണവായുധം പ്രയോഗിക്കുമോ എന്നാണ് ലോകരാഷ്ട്രങ്ങൾ ഉറ്റുനോക്കുന്നത്.